ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീടൊക്കെ ചെയ്യുന്ന സമയത്ത് പുതിയ വീട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടേജ് കാര്യങ്ങളിൽ നമ്മൾ ബെൽറ്റിൻ്റെ ഏരിയ അതല്ലെങ്കിൽ തറയുടെ ഏരിയ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അകത്തേക്ക് ഈർപ്പം കാര്യങ്ങളും വലിക്കാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ, അതായത് അതിലേക്കാണെങ്കിലും ഭാവിയിലേക്കുള്ള ലെവലിലാണെങ്കിലും ഈർപ്പമോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസാണ്, എന്നാൽ നീറ്റായിട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ തറയുടെ ഫ്രണ്ടാണ് ഈ കാണുന്നത്, അതായത് ബെൽറ്റിൻ്റെ ഏരിയയുടെ ഫ്രണ്ട് താഴെ നിന്നൊരു കോളടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണെങ്കിൽ അത് അവിടെ നിന്നാണെങ്കിലും നമുക്ക് ഈ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ഒന്നല്ലേ ഇവിടെ ഫുള്ള് അത്യാവശ്യം ഒരു നോർമൽ ലെവലിൽ ഇത്തിരി എമൗണ്ട് കൂടുതലാണ് വന്നിരിക്കുന്നത്. ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഗ്രാനൈറ്റ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തതിനെ കാണാൻ കേട്ടോ. ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് ഈ ഭിത്തിയിലേക്ക് നനവ് വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. ഇവിടെ പിന്നെ അത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് ഇവിടെ തന്നെ കട്ടയും കാര്യങ്ങളൊക്കെ ഒലിച്ച് പോകുന്നതുകൊണ്ട് വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. വെള്ളം തെറിച്ചുള്ള അകത്തേക്ക് വലിക്കുന്ന ലീക്ക് നമുക്ക് ഒഴിവാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിങ്കല്ല് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്, ഇപ്പോൾ നമ്മൾ കോളടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺക്രീറ്റ് ഭിത്തി വലിക്കാൻ, അതായത് ഈ പറഞ്ഞ കോൺക്രീറ്റ് വെള്ളം വലിക്കാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ആ ഈർപ്പം നേരെ മുകളിലേക്ക് ഭിത്തിയിലേക്ക് പതുക്കെ പതുക്കെ മുകളിലേക്ക് വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി അതല്ല വേണമെങ്കിൽ ടൈൽ ഒട്ടിക്കുകയാണെങ്കിൽ, ഇവിടെ ഫുൾ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്, ടൈൽ ഒട്ടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത്രയും കുറച്ചുകൂടി കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, ഗ്രാനൈറ്റിൻ്റെ അപേക്ഷിച്ച് റേറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ടൈലായി ഒട്ടിച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്കെപ്പോഴും ഒരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യാനും സാധിക്കും. അതിൻ്റെ ഗ്രൂ ഒക്കെ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങളെ. അതായത് എൻ്റെ ഏറ്റവും ടോപ്പ് ഗ്രൂ ചെയ്തിരിക്കുന്നത് ചെറിയൊരു കർവ് ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് നമുക്ക് വരുന്ന ഏറ്റവും ഏരിയ. കാരണം നമ്മുടെ മണ്ണിട്ട്, അതായത് ഈ സൈഡിൽ നമ്മൾ മണ്ണിട്ടിട്ട് പുല്ലൊക്കെ പിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെടികൾ പിടിപ്പിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വിഷയം. നമ്മൾ നനച്ച് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്ക് സൈഡ് കരിങ്കല്ലല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്, എല്ലാം തന്നെ കോളടിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ കോൺക്രീറ്റ് വെള്ളം വലിക്കാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഈ കോൺക്രീറ്റ് വലിച്ചതിന് ശേഷം മുകളിലേക്ക് നമ്മുടെ ഭിത്തിയിലേക്ക് ഈർപ്പം കാര്യങ്ങൾ വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആ ഭിത്തിയുടെ സൈഡും ഒട്ടിച്ചതിന് ശേഷം മണ്ണിടാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സൈഡ് നമ്മൾ ഗ്രാനൈറ്റ് അതുപോലെ തന്നെ ടൈല് കാര്യങ്ങൾ ഒട്ടിച്ചതിന് ശേഷമാണ് അവിടെ മണ്ണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. സാധാരണ ലെവലുള്ള മണ്ണ് കാര്യങ്ങൾ, അപ്പോൾ നനച്ചാലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നനവ് വന്നാലും ഭിത്തിയിലേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓവറായിട്ട് നനവ് കാര്യങ്ങൾ വരാത്ത രീതിയിൽ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ ടൈലോ കാര്യങ്ങൾ താഴേക്ക് ഇറക്കി ഇട്ടതിന് ശേഷം അതിൽ മണ്ണ് ഫില്ല് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ ഗാർഡനോ ഈ പറഞ്ഞ പുല്ല് ചെടികളോ വെച്ച് പിടിപ്പിക്കുന്നതിന് യാതൊരു വിഷയമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ഗുണമെന്ന് വെച്ചാൽ വർഷങ്ങളോളം വീടിൻ്റെ ഒരു ആയുസ് കാര്യങ്ങൾ നനവില്ലാത്ത രീതിയിൽ പല വീടുകളിലും നമ്മൾ കാണാൻ സാധിക്കും. കൂടുതലും സംഭവിക്കുന്നത് ബാത്റൂമിൻ്റെ ഏരിയകളിലും അതുപോലെ തന്നെ ഈ ഫ്രണ്ടേജുകളിലും ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന ഏരിയയിലാണ് ഈ പറയുന്ന പെയിൻറ്റിൻ്റെ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ആ ഭിത്തിയിൽ ഏറ്റവും താഴെയായിട്ട് ചെറിയ ചെറിയ ബബിൾസ് കാണാൻ സാധിക്കും. വെള്ളത്തിൻ്റെ ഒരു അംശം എടുത്തിട്ട് ചെറിയ ബബിൾസ് ഇരിക്കും. പതുക്കെ പതുക്കെ അത് പൊട്ടി പുറത്തേക്ക് അവിടെ നിന്ന് പതുക്കെ പെയിൻറ്റ് ഇളകി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എമൽഷനാണെങ്കിലും ഇളകി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മാക്സിമം സോൾവ് ചെയ്യാം. അപ്പോൾ വീട് പണിയുന്ന സമയത്ത് ടൈൽ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കോസ്റ്റ് കുറയ്ക്കാം. ഇനി അതല്ല ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രാനൈറ്റ് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കും. ഇനി അതല്ലെങ്കിൽ പോലും അത്രയും നമുക്ക് കോസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ തന്നെ ഫിക്സിറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ ഒരു പരിധി വരെ തടയാൻ പറ്റും. പക്ഷേ ഏറ്റവും നല്ലത് ഫിക്സിറ്റിനൊക്കെ കുറച്ച് ആയുസ് ഉണ്ട്, അതായത് ഇത്ര വർഷം മാത്രമാണ്, അല്ലെങ്കിൽ വീണ്ടും അത് ഫിക്സിറ്റ് വീണ്ടും നമ്മൾ അടിച്ച് ക്ലിയർ ചെയ്യേണ്ടി വരും, പെയിൻറ്റിൻ്റെ കൂടെ വീണ്ടും അടിക്കേണ്ടി വരും. നമുക്ക് ഗ്രാനൈറ്റോ ടൈലോ കാര്യങ്ങൾ ചെയ്താൽ എന്നും അത് ഫിക്സ്ഡ് ആയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. അതായത് ചെളി എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സിമ്പിളായിട്ട് ക്ലീനിങ് കാര്യങ്ങൾ പോലും വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.